ലൂക്കാ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. അറിയാവുന്ന വചനം തോന്നുന്നല്ലേ? ആർക്ക് വായിച്ചു? ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വചനം ശ്രദ്ധിച്ചേ. ശിമയോൻ, ശിമയോൻ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ശ്രമിച്ചു. എന്താണത്? പ്രലോഭനങ്ങളായിരിക്കാം, ഈശോ ഇട്ടേച്ച് പോകാനുള്ള തോന്നലുകളായിരിക്കാം, വീണ്ടും പഴയ വഴികളിലേക്ക് പോകാനുള്ള പ്രവണതകളായിരിക്കാം. ഒരിക്കൽ ഒരു കുമ്പസാരം നടത്തി ഒരു ധ്യാനമൊക്കെ കൂടി നമ്മളൊന്ന് നല്ല വഴിയിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചതായിരിക്കാം. സാത്താൻ തുമ്മായിരിക്കോ? ഇവൻ നന്നായി, ഇനി വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കോ? പറ, സാത്താൻ്റെ കാര്യം നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. പറ, ചുമ്മാ ഇരിക്കോ? ഇല്ല, ഇങ്ങനെ പാറ്റാൻ ശ്രമിക്കും, ഇങ്ങനെ പറപ്പിച്ച് കളയാൻ വേണ്ടി നിന്റെ ഗോതമ്പ് പോലെ പാറ്റാൻ വേണ്ടി ശ്രമിച്ചു. ഈശോ എന്നാ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു? ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. നിനക്ക് പ്രലോഭനം ഉണ്ടാവാതിരിക്കാനോ നീ വീണു പോകാതിരിക്കാനോ ആണോ? നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എന്ത് വിശ്വാസമാണ്? എൻ്റെ ഈശോ ഇവിടെ ഉണ്ട്. ഇതേ ആയിരക്കണക്കിന് പ്രലോഭനങ്ങൾ വരും, ആയിരക്കണക്കിന് പടുകുഴികൾ നമ്മുടെ മുമ്പിൽ വരും. വീഴാതിരിക്കാൻ ഒരൊറ്റ വഴി, നിങ്ങൾ കൂടിയ 500 ധ്യാനങ്ങളല്ല, വീഴാതിരിക്കാനുള്ള ഒറ്റ വഴി, സാത്താൻ എന്നെ പാറ്റാൻ ശ്രമിച്ചാലും എന്നെ പിടിച്ചു നിർത്തുന്ന ഒരാൾ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് പത്രോസ്ലീഹായോട് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നെ വീഴ്ത്താൻ ശ്രമിച്ചു, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. കാരണം ചുറ്റും പ്രലോഭനങ്ങളുള്ളവരുണ്ട്, വീണു പോകുന്നവരുണ്ട്. എന്റെ പ്രാർത്ഥനകൾ, എന്റെ യാചനകൾ